ഇപ്പം കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമപ്രവർത്തകരോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആർക്കെതിരെയും എന്തും എപ്പോഴും വിളിച്ചു പറയാം. വസ്തുതകളുടെ, സ്ഥിതിവിവരക്കണക്കുകളുടെ യാതൊരു പിൻബലവും വേണ്ട. ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് താറടിക്കാം, അപമാനിക്കാം. ആരും ഒന്നും പറയില്ല. ഒരു കേസ് പോലും എടുക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 19(1)(a ഏതൊരു പൗരനും നൽകുന്ന അവകാശം മാത്രമേ മാധ്യമപ്രവർത്തകർക്കുള്ളൂ എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുമ്പോൾ പോലും കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ആർക്കെതിരെ എന്തും പറയാൻ കഴിയുന്ന ഒരു സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. അപ്പം നിങ്ങൾ വിചാരിക്കും അവരെല്ലാവർക്കും എതിരെ പറയുന്നുണ്ട്. ഇല്ല, അവർ ചില സ്ഥലത്തേക്ക് മാത്രമേ ഈ വെളിച്ചം തെളിച്ചു വെക്കുകയുള്ളൂ. അല്ലോടോ ചെയ്തോ, ചില സ്ഥലത്തേക്ക് മാത്രം. എന്നാലും വേണ്ടില്ല, ഞാൻ പറയും, കേരളത്തിന് അപ്പുറത്ത് ഒന്നും പറയാൻ കഴിയാത്ത കൂട്ടിലടക്കപ്പെട്ട തത്തയെ പോലെ, തൊടലിട്ട നായയെ പോലെ കഴിയുന്നതിനേക്കാൾ ആരെ വേണമെങ്കിലും കടിക്കാൻ കഴിയുന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതായിരിക്കണം ഒരുപക്ഷെ മാധ്യമ മേഖലയെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം എന്ന് ഞാൻ പറയാറുണ്ട്. ആ സ്വാതന്ത്ര്യം അനുഭവിച്ചോട്ടെ, തീർത്തും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രതീതിയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷം ഇത്രയേറെ എതിർപ്പുകളെ നേരിടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും പറയാറുണ്ട്, ഇന്ന് ഇന്ത്യയിലെയും കേരളത്തിലെയും ലോകത്തിലെയും പ്രധാനപ്പെട്ട മാധ്യമ സ്രോതസ്സുകളൊക്കെ ഇടതുപക്ഷത്തെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് ശ്രമിക്കുന്നതെന്ന് നമ്മൾ ഒന്ന് മനനം ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. അതിൽ വസ്തുതയുണ്ട്. എന്താ കാരണം? അതായത് കേരളത്തിൻ്റെ ഈ ഭൂവിസ്തൃതിക്ക് അനുസൃതമായിട്ടുള്ളൊരു സ്വാധീനമല്ല കേരളം ചെലുത്തുന്നത്. കേരളത്തിലെ ജനസംഖ്യ 3.5 കോടി ജനങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും വിസ്തീർണമുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ദക്ഷിണ ഭാഗത്ത് കിടക്കുന്ന ഒരു ചെറിയ ഒരു സംസ്ഥാനം. പക്ഷേ ആ ഒരു വിസ്തൃതിക്ക് അതീതമായിട്ടുള്ള ഒരു ചലനം, സ്വാധീനം കേരളം സൃഷ്ടിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താക്കളും തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും നഗ്നമായിട്ടുള്ള സത്യങ്ങളിലൊന്ന്. ഡോക്ടർ അമർത്യ സെൻ പറഞ്ഞൊരു വാചകമുണ്ട്, കേരളം ഒരു വിസ്മയമാണ്. ഒരു പാശ്ചാത്യ സമൂഹത്തിന്റെ വരുമാനത്തെക്കാൾ 20-1 30-1 മാത്രമുള്ള കേരളം ഒരു പാശ്ചാത്യ സമൂഹത്തെ വെല്ലുന്ന സാമൂഹ്യ സൂചകങ്ങൾ സൃഷ്ടിച്ചു. ബദലുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. വിദ്യാഭ്യാസത്തെക്കുറിച്ചും സാക്ഷരതയെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ലോകം ചർച്ച ചെയ്യുമ്പോൾ ആൾക്കാർ ഗൂഗിളിൽ കേരളം എവിടെയെന്ന് ചിന്തിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ആരും സ്ഥിതിച്ചിട്ടുണ്ടാവില്ല, ഒരു പത്രവും കൊടുത്തിട്ടുണ്ടാവില്ല. ഞാൻ ടൂറിസം മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിന് ഞാനത് അയച്ചു കൊടുത്തു. ഹംഗറിയുടെ പ്രധാനമന്ത്രി 2 ആഴ്ചക്കാലം ഒരു തരത്തിലുള്ള കുട്ടിഘോഷവുമില്ലാതെ താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഭൂമി എന്ന പശ്ചാത്തലത്തിൽ 2 ആഴ്ചക്കാലം കേരളത്തിൽ വന്ന് അദ്ദേഹം യാത്ര ചെയ്തു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികളിൽ ഒരാളാണ് അദ്ദേഹം. ഒരു വാർത്തയായില്ല ആർക്കും, ഒരു പത്രത്തിനും വാർത്തയല്ല. ഇപ്പൊ ന്യൂയോർക്ക് ടൈംസ് ഒരു വിശ്വപൗരൻ എന്ന അർത്ഥതലത്തിലേക്ക് ഉയരുന്ന ആർക്കും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം കേരളമാണ് ഇന്ത്യയിലേതെന്ന് എഴുതിയപ്പോഴും ആരും വാർത്തയാക്കിയില്ല. അപ്പൊ ഈ കേരളത്തിന്റെ ഈ പരീക്ഷണങ്ങളെ അസ്തമനത്തിലേക്ക് എത്തിക്കേണ്ടത് ഒരുപക്ഷെ ഒരുപാട് ശക്തികളുടെ താല്പര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതലം എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇടതുപക്ഷ വിരുദ്ധതയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. പക്ഷെ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. 1 കോടി രൂപയാണോ വലുത്, 1368 കോടി രൂപയാണോ വലുത്?
എത്ര വിഷമാഷെ? 1368 കോടിയില്ലേ? നമ്മളെപ്പോലുള്ള ആൾക്കാരെങ്ങനെ ചിന്തിക്കുക? അല്ല, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് 1368 കോടി രൂപയേക്കാൾ വലുത് 1 കോടി രൂപയാണ്. ഇയാൾക്ക് എന്തൊരു കുഴപ്പമുണ്ടെന്ന് നേരത്തെ ചിന്തിച്ചിരുന്നതാണ്. ഇപ്പം എന്തോ പ്രശ്നമുണ്ടെന്ന് ഇവിടെ ചില ആൾക്കാരുടെ മുഖത്തുനിന്ന് ഞാൻ വായിച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഈ ജിജോയുടെ പത്രം സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 1 കോടി രൂപ ബോണ്ടായിട്ട് സ്വീകരിച്ചു. അത് ഒളിച്ചൊന്നുമല്ല. അവർ ബോണ്ട് സംഭരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബോണ്ട് കടലാസിൽ അച്ചടിച്ചിട്ട് കൊടുത്തിട്ട് 1 കോടി രൂപ ചെക്ക് മേടിച്ച് ബാങ്കിലിട്ടു. കേരളത്തിൽ 3 ആഴ്ചക്കാലം കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. 3 ആഴ്ചക്കാലം ഇതേ സാന്റിയാഗോ മാർട്ടിൻ 1368 കോടി രൂപ ബോണ്ടായിട്ട് ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകി. കോൺഗ്രസിനും കൊടുത്തു 50 കോടി രൂപയുടെ ബോണ്ട്. കേരളത്തിലെ ഏതെങ്കിലും പത്രങ്ങൾ 2 മിനിറ്റ് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്? 2 മിനിറ്റ് നോക്കുക. അപ്പൊ എന്റെ മനസ്സിലേക്ക് എന്താണ്, ഒരുപക്ഷെ വേറെ അന്യഗ്രഹ ജീവികൾ വല്ലതും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ചിന്തിച്ചേനെയും, ഈ 1368 കോടി രൂപയേക്കാൾ എത്രയോ വലുതാണ് ഈ 1 കോടി രൂപ എന്ന് ചിന്തിക്കില്ലായിരുന്നു. ആരും ചർച്ച ചെയ്തു. 2, 1 കോടി രൂപയെക്കാളും വലുതാണ് 18,000 കോടി രൂപ. ഈ 1 കോടി രൂപ ആർക്ക് കൊടുത്തു എന്നുള്ളത് രേഖയിലുണ്ട്. എന്നാൽ അജ്ഞാതരായിട്ടുള്ള ചില ശക്തികൾ 18,000 കോടി രൂപ ബോണ്ടായിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറിയപ്പോൾ ഏതാനും CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചത് കൊണ്ട് മാത്രം ആ ബോണ്ട് സമ്പ്രദായം അവസാനിപ്പിച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ എത്ര എയർ ടൈം, എത്ര സ്പേസ്, ന്യൂസ് പ്രിന്റ് അതിനുവേണ്ടി ചെലവഴിച്ചു? ആരും ചെലവഴിച്ചില്ല.